ഹലോ ഓൾ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ് വരും എന്നൊക്കെ. എന്നിട്ട് കഴിഞ്ഞ ഒരു മാസം മാർച്ചിലല്ല ഏപ്രിലിൽ എപ്പിസോഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ്. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഫോണിൽ എഡിറ്റൊന്നും നടക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടാവുന്നത് കൊണ്ട് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കാരണം ഞാൻ ഗൂഗിൾ ഫോട്ടോസിൽ ഫുള്ള് ഇത് ചെയ്തിട്ട് അതിനകത്തപ്പോൾ എനിക്ക് അവർ കുറച്ച് GB തരാമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലുള്ള ഫുള്ള് ഫോട്ടോസും പോയി. അതിന് പിന്നെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും ഓരോന്നും വേണ്ടുന്നത് ഞാനിങ്ങനെ പോയി ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കാരണം. പിന്നെ ഞാൻ മെൻ്റലി കുറച്ച് ഡൗൺ ആയിപ്പോയി. നമ്മൾ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അത്ര ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി. കുറച്ച് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നതാണ്. എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ് ആൻഡ് ടൈൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷമോ 1.5 വർഷം എങ്ങാണ്ടാവുന്നു അല്ലേ. പക്ഷേ ഇതുവരെ ഇത് തീർന്നിട്ടില്ല. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഞാൻ തീർക്കണമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ എന്ത് ചെയ്യാനത്. ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ആൻഡ് ടൈൽ എന്ന് പറയുന്നൊരു കഥ തനിയെ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് എഴുതി തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവാതിരുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ നടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ബട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്കുവശം എന്ന് പറയുന്നത്. എനിവേ ഞാൻ എന്തായാലും ഈ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാതെ ഞാൻ എങ്ങും പോകുന്നില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പരിപാടിയാണല്ലോ ഞാൻ കാണിക്കുന്നത്. സോ അതോർത്തിട്ട് ആരും ബോധറാവണ്ട. എന്തായാലും ഞാൻ ഈ സ്റ്റോറി തീർന്നിട്ടേ ഞാൻ പോകുന്നുണ്ടെങ്കിൽ പോകത്തുള്ളൂ. പിന്നെന്താ, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കമൻറ്റോ സംഭവങ്ങളോ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ തന്നെ അങ്ങ് ഡൗൺ ആവും. പിന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൂടെ എന്താ പറയുക, പഴയ കമൻസൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണോ ഇവരെനിക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. സോ ലെറ്റ്സ് ഗീവ് ഇറ്റ് എ ട്രൈ എന്നും പറഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് എപ്പിസോഡൊക്കെ പിന്നെ ഞാൻ ഡബ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. സോ നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കാണുന്നവർ ജസ്റ്റ് ഒരു ഹേർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുക. എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ആൻഡ് നമുക്ക് കൂടുതൽ ഞാൻ കുളമാക്കുന്നില്ല. നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே. நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே. வேறென்று வித என்று வீழ்த்தூவும் மழை என்ற இதயங்கள் தோட்டம் பூ பூக்குதே. வாலின்றி போரின்றி வலிக்கின்ற யுத்தம் என்று இதயனைவனுக்குள் என வெல்லுதே. இதயம் முழுக இருக்கும் இந்த தயக்கம் எங்கு கொண்டு நிறுத்தும்? இதை அறிய எங்கு கிடைக்கும் விளக்கம்? அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே. ആരിത്? ഗുഡ് മോർണിംഗ് ആനിക്കുട്ടി. Can't waste no time, bitch, I'm really timeless. ഗുഡ് മോർണിംഗ്. അല്ല, നീ എന്താ ഇത്ര രാവിലെ? എന്താ പറയാനാണ് എൻ്റെ ആനിക്കുട്ടി.
ഇച്ചാൻ വന്ന അന്ന് മുതൽ ഇവിടേക്ക് വരാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. പക്ഷെ കോച്ചിങ് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഒന്നും പറ്റുന്നില്ലാന്നേ. ഇന്നലെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയി. 3 ദിവസം ഇനി ലീവ് ഉണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ഒരു 5-6 ദിവസം ആനിക്കുട്ടീനെ സഹിച്ചേ പറ്റൂ. ഓഹോ, അപ്പോ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ചെവിതല കേൾക്കില്ലാന്ന് സാരം. ആഹാ, ആരാ അത്? അപ്പോ ഈ പെണ്ണായിരുന്നല്ലേ രാവിലെ എല്ലാരെയും വിളിച്ചു നിർത്തിയത്? ആ അതെ, ഇത്രയൊക്കെ ഉറങ്ങിയാ മതി. ഇച്ചായ 5-6 ദിവസത്തേക്ക് ജസ്ലി മോൾ ഇവിടെ ഉണ്ടാവുമെന്ന്. ഉയ്യോ, 5-6 ദിവസോ? ഓ, പോകുമ്പോ നീ ഈ വീട് ഇതേപോലെ തന്നെ വെച്ചേക്കണേടി. ആലോചിക്കട്ടെ. ആഹാ, അപ്പൊ നീയായിരുന്നല്ലേ രാവിലെ എല്ലാവരുടെയും ഉറക്കം കെടുത്തിയത്? ഇത്രയും ഉറങ്ങിയാ മതി ഇച്ചായ. ഓവറായാലേ മടി പിടിക്കും. ഒന്ന് പോടി. മടി പിടിക്കാനേ ഞാൻ നിന്റെ കൂട്ട് വെറുതെ ഒരിടത്ത് കുത്തിയിരിക്കല്ല. ഹലോ മിസ്റ്റർ, ഞാനും വെറുതെ കുത്തിരിക്കല്ല. ഓ, അല്ലടി, നീ ഒറ്റയ്ക്കാണോ വന്നേ? ആന്നേ, അമ്മച്ചി അപ്പച്ചനൊന്നും വന്നിട്ടില്ല. അവരുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അച്ഛനെ തിരിച്ചു പോകാൻ സമയമാവും. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അങ്ങനെ. എന്നാ വായിച്ചായ, താഴോട്ട് പോവാം. ആന്റി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഏതാണ്ട് സെറ്റാക്കി. ആ, നീ ചെല്ല്, ഞാൻ ജിയേയും കൊണ്ടുവരാം. അതെന്നാ, പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയത്തില്ലായോ? ഡീഡി, നീ അവളെ ഊക്കാൻ ചെല്ലണ്ട. അത്രയ്ക്ക് സ്നേഹമാണോ? എന്നാ ഒന്ന് കാണണമല്ലോ. എന്തായാലും നീ ഉടനെ ഒന്നും പോവില്ലല്ലോ. ഇവിടെ കുറച്ചു ദിവസം കാണില്ലേ? അപ്പൊ നീ സമയം പോലെ കണ്ടോ. ഓ ആയിക്കോട്ടെ, എന്നാ ഞാൻ പോവാ. സഹധർമ്മിണിയും കൊണ്ട് അങ്ങ് വന്നാട്ടെ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇന്നലെ എപ്പോഴാ രണ്ടാളും എത്തിയത്? ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേടോ? 12:54. വൗ, എക്സാക്ട് ടൈം. ഇന്നലെ നിങ്ങൾ എവിടെ പോയി? ഒരു ഔട്ടിങ്ങിന് പോയതാ. ഇയാൾക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാൻ. ആ ജിയ, ഇതാ ജസ്ലിൻ, പപ്പയുടെ സിസ്റ്ററിന്റെ മോളാ. എടി, ഇത് ജുവാനിയ. ഹായ്. ഹായ്. അല്ല, നിങ്ങളുടെ ലവ് സ്റ്റോറിയെ കുറിച്ചൊന്ന് പറഞ്ഞേ, എനിക്കതൊന്ന് കേൾക്കണം. ഇപ്പോഴോ? ആ, അതിനെന്താ, ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ, അപ്പൊ ഇനി റിപ്പീറ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അത് സാരമില്ല, ഞാൻ പിന്നെ പറയാം. ദുഷ്ടത്തി, ഒന്ന് നോക്കുന്നത് പോലും ഇല്ല അവള്. അങ്ങോട്ട് പറയടാ, ഇനി നിനക്ക് നാണമാണോ? എന്നാ മോള് പറ. ആ അതെ, താൻ പറഞ്ഞോ. ഏയ്, അത് ശരിയാവില്ല. ശരിക്കും ടീച്ചർ നമ്മുടെ സ്റ്റോറി പറയുന്നത് കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. എടീ സാമദ്രോഹി, ഞാനിനി എന്തോ പറഞ്ഞു ഒപ്പിക്കും. എടാ, നീ എന്തായി ആലോചിക്കുന്നേ? മോള് പറഞ്ഞ കേട്ടില്ലേ? നീ പറ. ഓക്കെ, ഞാൻ പറയാം. ഞങ്ങൾ രണ്ടും സെയിം കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും അല്ലായിരുന്നു. ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇയാൾ വലിയ ജാടയാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഇയാളെ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നിടത്തോളം ഞാൻ ഇഗ്നോർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു ക്ലൈൻറ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്ത സമയത്ത് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് കാരണം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നുള്ള സ്ഥിതിയിലായി. അന്ന് ജിയാണ് എല്ലാം തിരിച്ച് ഒരു ട്രാക്കിലാക്കിയത്. അന്ന് ഐ ഹാഡ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹർ. പിന്നീട് അന്ന് മുതൽ ഞാൻ ജിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീടാണ് ജിയ ശരിക്കും എത്ര ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീട് എങ്ങനെയും എനിക്ക് അയാളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പക്ഷെ ഇതെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഐ ഗസ് അന്ന് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി. പിന്നെ അത് ഒരു ശീലമായി, ഞങ്ങൾ കൂടുതൽ അടുത്തെറിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ദിവസം ജി എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഞാൻ. പിന്നെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ സ്റ്റോറി. ഓ, അപ്പോ പെട്ടെന്നുള്ള ഈ കല്യാണോ? അത് ജിയുടെ പപ്പയുടെ ആഗ്രഹമായിരുന്നു. അവൾ 22ാമത്തെ വയസ്സിനകത്ത് വെച്ച് കല്യാണം കഴിക്കണമെന്ന്. സോ പെട്ടെന്ന് നടത്തേണ്ടതായിട്ട് വന്നു. പിന്നെ ആരോടും പറയാതിരുന്നത്. കെട്ടുകഴിഞ്ഞ് വന്ന പിന്നെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതാ. അപ്പോ ചേച്ചിയുടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്? ഇല്ല, കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ വീട്ടുകാരോട് പറയാത്തത് കൊണ്ട് ഇയാളുടെ വീട്ടിലും പറയണ്ടെന്നാ ജിയ പറഞ്ഞത്. എടി മോളെ ജസ്ലിനെ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. ഓ,
എന്നിട്ട് ചേച്ചിയുടെ പപ്പയൊക്കെ നിങ്ങളുടെ കാര്യം അറിഞ്ഞോ? ജസ്ലിനെ ചേച്ചിയുടെ പപ്പ ജീവിച്ചിരിപ്പില്ല. ഓ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല, നിനക്ക് അറിയേണ്ടതൊക്കെ അറിഞ്ഞില്ലേ? ഇനി കഴിക്കേ. നീ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? ആ, ഇത് അച്ചാച്ചനും ചേച്ചിയുടെ ഔട്ടിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഫോട്ടോസാ. ഇതേ നോക്ക്. ഞാൻ കണ്ടതടി, ഈ ചൈന എനിക്ക് വായിച്ചായിരുന്നു. നമ്മളിനി എന്നാണോ ആവോ ഇതേപോലെ ഔട്ടിങ്ങിന് പോകുന്നത്? എടി മഹാഭാവി, അവരങ്ങ് പോയപ്പോ മുതൽ ഇവിടെ ഫുൾ ടൈം ഓരോയിടത്ത് പോകുമല്ലേ, എന്നിട്ട് ഇങ്ങനെ പറയുന്നത്? അങ്ങനല്ല മനുഷ്യ, ചേച്ചിയെ വിളിക്കാതെ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഓ അങ്ങനെ. നമ്മള് തമ്മിൽ റിലേഷനിലാണെന്ന് അറിഞ്ഞാല് ചേച്ചിക്ക് എന്താ പ്രശ്നം ഞാൻ ആലോചിക്കുന്നത്. അതിന് ചേച്ചിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ എന്തിനാ ഈ ഒളിച്ചു കളി? ആ, കറങ്ങി തിരിഞ്ഞ് നീ എവിടെ തന്നെ വന്നല്ലേ. എന്റെ പൊന്നു ജീന, എന്റെ നാവിന്ന് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓ ശരി ശരി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി തന്നെ എല്ലാം പറയട്ടെ. ആ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരന് ഇത് എന്തിന്റെ കേടാ? നീത് പറഞ്ഞപ്പോ ഒക്കെ തോന്നിയതാവുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അല്ല, പുള്ളിക്ക് ശരിക്കും എന്താ പ്രശ്നം? അവനെന്ത് പ്രശ്നം? ദേ കളിക്കല്ലേ ചായ. എടി അവനെന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ പുള്ളിക്ക് എന്താ അവളോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചാലോ? സംസാരിച്ചാലോ? എടി അവനൊരു കേസിന്റെ പോലെ നടക്കുക, അതല്ലേ? കേസോ? ഈ പ്രപ്പോസ് ചെയ്യാൻ സമയപ്പോ ഈ കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. നീ എന്താടി അവനോട് ഇങ്ങനെ? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വല്ല ശത്രുക്കളുമായിരുന്നു. ആ, എനിക്കങ്ങ് അറിയാൻ പാടില്ല. എടി ഞാൻ അവനോട് പറയാം, നീ ഇതിനോടൊന്ന് സംസാരിക്കാൻ. അവരുടെ പ്രശ്നം അവരെ തന്നെ തീർക്കട്ടെ. എന്താ പോരെ? പിന്നെ ആ അൺറൊമാൻറ്റിക് മൂരാച്ചിയോട് അവളോടൊന്ന് സ്നേഹത്തിൽ സംസാരിക്കാൻ പറയണം. ഉറപ്പായും പറഞ്ഞേക്കാം. അതേ ഉള്ളൂ. എന്നുവെച്ചാ? അല്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ലേ. മോൻ എന്തോന്ന് ഈ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇത്ര വലിയ ഫേവറൊക്കെ ചെയ്തപ്പോ ഞാനൊരു കിസ്സൊക്കെ പ്രതീക്ഷിച്ചു. ഒന്ന് പോയേ, നാണല്ലാത്ത മനുഷ്യൻ. ആ, ഇതൊക്കെയാ നിന്റെയൊക്കെ പ്രശ്നം. മിണ്ടാതിരുന്ന അൺറൊമാൻറ്റിക്. ഒന്ന് സ്നേഹിക്കാൻ നോക്കിയാലോ, നാണമില്ലാത്തവൻ. ഇനി നീങ്ങ് വാ, ഞാൻ കാണിച്ചു തരാം. ഡിയർ ഫ്യൂച്ചർ ഹസ്ബൻഡേ, വിഷമായോ? പൊടി. ഇങ്ങോട്ട് നോക്കിയേ. നീയാണേ തുടങ്ങിയത്. നിങ്ങളെന്നെ കൊല്ലി വെച്ചാ? എടോ, എന്താ പറ്റ? ജസ്ലിൻ ഉള്ളത് കൊണ്ട് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുകയില്ല. അവളെങ്ങാനും കണ്ടാലോ? എന്നാ പുറത്ത് കിടക്കണ്ട. അപ്പൊ പിന്നെ ഡു യു വാണ്ട് മീ ടു സേ ദാറ്റ് പീറ്റർ? ഇത് തന്റെ വീടല്ലേ, അപ്പൊ തനിക്ക് തീരുമാനിച്ചൂടെ? ഞാൻ പറയേണ്ടതുണ്ടോ ഇനി റൂമിൽ കിടക്കാൻ? അങ്ങനെയല്ലടോ, ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു മേക്ക് യു അൺകംഫർട്ടബിൾ, അത്രേ ഉള്ളൂ. പിന്നെ ദിസ് ഹൗസ് ഈസ് നോട്ട് ജസ്റ്റ് മൈൻ, ഇത് തന്നെയും കൂടെ വീടാ. വളരെ കാലത്തിന് മുമ്പ് ഞാൻ തീരുമാനിച്ചതായിരുന്നു, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എൻ്റെത് അയാളുടേതും കൂടെ ആയിരിക്കുമെന്ന്. നമ്മളൊരു ഫേക്ക് റിലേഷൻഷിപ്പിലാണ്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകും, ഒക്കെ ശരിയാ. ബട്ട് കറൻ്റ്ലി യു ആർ മൈ വൈഫ്, യു ആർ മൈ പാർട്ട്ണർ. സോ വാട്ട്സ് മൈൻ ഈസ് ഓൾസോ യോഴ്സ്. അല്ല, ടൈം ഒരുപാടായില്ലേ? താൻ കിടക്കുന്നില്ലേ? നോ, ഉറക്കം വരുന്നില്ലടോ. താൻ കിടന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു പീറ്റർ, താങ്ക് യു സോ മച്ച്. യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹർട്ട്. താൻ എവിടെയെങ്കിലും പോവാണോ? ആ, ജസ്ലിൻ എന്തോ വാങ്ങണോന്ന് പറഞ്ഞു. എന്താണോ? ഏയ് ഒന്നുമില്ല. ആ കുട്ടി എന്താ ചെയ്യാ? പഠിക്കുവാണോ?
ആ അവള് നീറ്റിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക, സെക്കൻഡ് അറ്റംപ്റ്റ്. എന്താണോ അവള് തന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പോയിട്ടോ. തനിക്ക് എന്തെങ്കിലും വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഓക്കെ എന്നാ. ആ കുട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു. നിനക്ക് വീട്ടുജോലിയൊക്കെ ചെയ്യാൻ അറിയാമോ കൊച്ചേ? കുറച്ചൊക്കെ. ഞങ്ങളുടെ മോൻകുട്ടനെ കൊച്ച് എന്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്? ഇതുവരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ആഹാരങ്ങളൊക്കെയോ? സെർവൻസ് ഉണ്ട്. എന്നാലും ഭർത്താക്കന്മാർക്ക് ഭാര്യമാര് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക രുചിയാ. അത് കഴിക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടാകും. അതൊക്കെ ജസ്ലിന്. അവൾക്ക് പീറ്റർ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പീറ്ററിന് വേണ്ടി അവൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഷേടാ, അതൊക്കെ ഇപ്പോ കൊച്ചിനോട് പറയുന്ന എന്തിനാ? മോനോന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. ബാ അമ്മ പഠിപ്പിച്ചു തരാം. അല്ല, ഞാൻ മടിയൊന്നും വേണ്ടാന്നേ, വാ. താനിത് എന്ത് ചെയ്യാ? ഐ ഡോണ്ട് നോ പീറ്റർ. തൻ്റെ അമ്മാമ്മയെ തനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് എന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. വാട്ട്? എന്നിട്ട് അമ്മാമ്മ എവിടെ? എനിക്കറിയത്തില്ല, ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. അമ്മ എവിടെ? ആന്റി തുണിയൊക്കെ വാഷ് ചെയ്യാൻ തോന്നുന്നു. സോ സോറി ജിയ, താ മാറി, ഞാൻ ചെയ്യാം. ഇച്ചായ, ചേച്ചി ജസ്റ്റ് ഒരു ഉള്ളിവടയല്ലേ ഉണ്ടാക്കിയേ, അതിന് ഇത്രയ്ക്ക് ഓവർ ആക്ടിങ് വേണം? ഇറ്റ്സ് ഓക്കെ പീറ്റർ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. താൻ ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്തേരെ. ആ മോഡൽസിൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആടോ, ഞാൻ നോക്കാം. നിങ്ങളിപ്പോ ലീവിലല്ലേ? എന്നിട്ടും വർക്കൊക്കെ ഉണ്ടോ? ഉണ്ട്. ചേച്ചിക്ക് അറിയോ, പീറ്റർസാന് ഷോർട്ട് ഹെയർ ഉള്ള ഗേൾസിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ചേച്ചിക്ക് ഷോർട്ട് ഹെയർ ആണ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ ചയൻ എനിക്കുള്ളതാന്ന് ചെറുപ്പത്തിൽ എല്ലാരും പറഞ്ഞു വെച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോ ഇങ്ങനെയൊക്കെ ആയി. ഈ ചയന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ഇഷ്ടാ. ചേച്ചിക്കറിയോ, ഞങ്ങളിപ്പോൾ പോയപ്പോൾ ഈ ചയൻ എനിക്ക് പണ്ട് എപ്പോഴും ജ്യൂസൊക്കെ വാങ്ങിത്തരുന്ന ഒരു കടയുണ്ട്. അവിടുന്ന് ഞാൻ പറയാതെ തന്നെ ജ്യൂസ് വാങ്ങി തന്നു. ചൂട് ഭയങ്കരമല്ലേ, റെയിനി സീസൺ വരുന്നതേ ഉള്ളല്ലോ ഇവിടെ. ചേച്ചിയുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ എനിക്കിതേ ആ ടിന്നെടുത്ത് തരുമോ? ഏത്? അതോ? അത് തന്നെ. You think it's fun? And I will show you the real fun. എന്താ ഇവിടെ? ഇതെന്താ? നോക്കിച്ചായ. ജസ്ലിനെ മതി, മോള് ചെന്നൊന്ന് ഫ്രഷ് ആവും. എടോ, എന്താ പറ്റിയേ? ഇതെനിക്ക് അവൾക്ക് കൊടുക്കാൻ അറിയാൻ വയ്യാന്നിട്ടല്ല, തന്നെ ഓർത്തിട്ട് മാത്രമാ. പല്ലളകിയോ ആവോ? നീ അല്ലേ അത് ചെയ്തത്? എന്ത്? ജസ്ലിനെ, നീ കളിക്കല്ലേ. ഞാനെന്ത് കളിച്ചു? അല്ല, ഇച്ചാന്റെ മുത്തെന്താ ഈ പാട്? അതെന്തെങ്കിലും ആവട്ടെ, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്തിനാ ജിയോട് അങ്ങനെ ചെയ്തത്? ഇച്ചായ, വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഞാൻ എല്ലാവരോടും ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ആയിക്കോട്ടെ, നീ ഞങ്ങളോടൊക്കെ ഇങ്ങനെ കാണിച്ചോ. ബട്ട് ജിയോനോട് അത് വേണ്ട. പിന്നെ നീ അവളോട് സോറി പറയണം. ഞാൻ പറയത്തില്ല. വേണ്ട, നീ പറയണ്ട. ഞാൻ ഒക്കെ ലൂസാൻഡെ വിളിച്ച് പറഞ്ഞോളാം. വേണ്ട, മമ്മി വിളിക്കണ്ട. ഞാൻ സോറി പറഞ്ഞോളാം.
അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളും കൊണ്ട് ഇനി ദയവ് ചെയ്ത് അവളുടെ അടുത്തോട്ട് പോകരുത് പ്ലീസ്. എനിക്ക് വയ്യ ഇനി തല്ലുകൊള്ളാന്. ആ ആന്റി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വെക്കാൻ വന്നതാ. അല്ല ഇതന്നെ ഈ തല നല്ലോണം തോർത്താത്തേ. കൊള്ളാം, വല്ല പനിയും പിടിക്കാൻ അത് മതി. അത് ഓ മറ്റേ മെഷീൻ ഉപയോഗിച്ചായിരിക്കുമല്ലേ മോക്ക് ശീലം. ഇവിടെ അതൊന്നുമില്ല. ആ ടവലിങ്ങതാ. ഏയ് അത് വേണ്ട ആന്റി. എനിക്ക് കാത്തിരുന്ന് കിട്ടിയ മോളാണ്. അമ്മയുടെ ഒരു ആഗ്രഹം എന്ന് കരുതിയാൽ മതി. ടവലിങ്ങതാ, ഞാൻ തോർത്തിത്തരാം. ജിയ, ജിയ താനവിടെ ഉണ്ടോ? ആ പീറ്റർ, എന്താ? എടോ വെള്ളം വരുന്നില്ല, താൻ അമ്മയോടൊന്ന് മോട്ടർ ഓൺ ചെയ്യാൻ പറയുമോ? ആടോ, ഞാൻ പറഞ്ഞിട്ട് വരാം. ആ പെട്ടെന്ന് വേണേ. ജിയ പോയ കണ്ണ്. ആന്റി, ടാപ്പിൽ വെള്ളം വരുന്നില്ല. വെള്ളം തീർന്നു കാണും. ഞാൻ മോട്ടർ ഓൺ ചെയ്യാം. അയ്യോ, ഇതെന്ത് പറ്റി? ഇനി കംപ്ലൈന്റ് ആയോ? എന്താ ആന്റി, ഇത് വർക്ക് ചെയ്യുന്നില്ല മോളെ. കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും അത്യാവശ്യമാണോ? പീറ്റർ കുളിച്ചോണ്ടിരിക്കുക ആന്റി, അപ്പോഴാണ് വെള്ളം തീർന്നത്. ആണോ? ഇനി കിണറ്റിന്ന് കോരേണ്ടി വരുമല്ലോ. ആ ഞാൻ കോരിത്തരാം. ചേച്ചിക്ക് വെള്ളം കോരാനൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ? ആ എന്നാ നീ ചെല്ല്, ഞാൻ അമ്മാമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കട്ടെ. ചേച്ചിക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ? പിന്നെ ഇന്നലെ ഞാനങ്ങനെ കാണിച്ചതിന് സോറി. ഞാനൊരു തമാശയ്ക്ക് ചെയ്തതായിരുന്നു. ചേച്ചിക്ക് ഹർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. ഇപ്പം ചേച്ചിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയില്ലേ? അപ്പോൾ ചേച്ചി എത്ര നാളായി ഓസ്ട്രേലിയയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് വർഷങ്ങളായി. എന്നാലും ഒരു 8-10 വർഷമായിട്ടുണ്ടാവും. ചേച്ചി ജസ്ലിൻ, പീറ്റർ വാഷ്റൂമിലാണ്. ആദ്യം ഇത് ചെയ്യ്, എന്നിട്ട് കാര്യം അന്വേഷിച്ചാൽ പോരെ? ആ ശരിയാ. ഞാൻ ഇത് മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ ചേച്ചി, ഞാൻ ഇത് ജസ്ലിൻ മതി. അല്ല ചേച്ചീന് വെയിറ്റ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ആ മനസ്സിലായി. പക്ഷേ ജസ്ലിൻ ചെയ്യേണ്ടത് മാത്രം ജസ്ലിൻ ചെയ്താൽ മതി. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം. എടോ പീറ്റർ, വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. താൻ ഡോറ് തുറക്ക്. ആ എടോ എന്താ? എടോ എനിക്കൊന്ന് കാണാൻ വയ്യ, താൻ വെള്ളം എവിടെ വെച്ചത്? അത് ഇവിടെ. താങ്ക്സ് ഡോ. ആ അല്ല മോട്ടോർ കംപ്ലൈന്റ് ആയോ? താനാദ്യം കുളിച്ചിട്ട് ഇറങ്ങ്, എന്നിട്ട് പറയാം.
താൻ എവിടെ പോവാ? ജസ്ലിൻ എവിടെയോ പോവണം എന്ന്. എവിടെ? അറിയത്തില്ലടോ, വല്ല ഷോപ്പിംഗ് മോളിലും ആയിരിക്കും. അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയത്തില്ല? ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ, അതാ അവള് വിളിച്ചത്. അപ്പോ താൻ വെറുതെ ഇരിക്കുന്നതാണ് വിഷയം. ആ ബാക്കപ്പ് മോഡൽസ് ആയിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ ചെയ്യാത്തത്? നമ്മൾ ഇങ്ങോട്ട് വരുന്നോണ്ട് താനല്ലേ പറഞ്ഞത് അത് ഹരിയെ ഏൽപ്പിച്ചാ മതിയെന്ന്. ആ പറഞ്ഞു. എന്നിട്ട് ഹരി അത് ചെയ്തോ? അവനാ എഗ്രിമെന്റ് അയച്ചിട്ടുണ്ട്. ആ അതാണ്, ആ എഗ്രിമെന്റ് ഫുള്ള് മിസ്റ്റേക്സാ. അത് തന്നെ കാണിച്ച് ഓക്കെയാന്ന് പറഞ്ഞിട്ടല്ലേ അവർക്ക് അയച്ചത്. അത് അപ്പൊ കുഴപ്പമൊന്നുള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പൊ നോക്കിയപ്പോഴാ ഫുള്ള് മിസ്റ്റേക്സാ. സോ യു ഹാവ് ടു ഡു ഇറ്റ് പീറ്റർ. ഞാനോ? അത് ഹരിയല്ലേ ചെയ്തത്. സോ വാട്ട്? യു ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. നൗ? യെസ്. അല്ല, ഞാൻ അപ്പോ ജസ്ലിനോട് എന്തു പറയും? I don't know. That's not my concern. എന്റെ കർത്താവേ, ഈ സാധനം എന്നാ ക്യൂട്ടാണേ. ഇതിനും ജലസിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. ഈ ടൈം ഉണ്ടാതിരിക്കും. എന്തുവാടി ഇതൊക്കെ? അത് നിനക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടനെ പുറത്ത് വന്നോണം, കേട്ടല്ലോ? എന്റെ കർത്താവേ, ഇത് എന്തൊക്കെയാ ഇത്? ആ ചെല് ചെല്. നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ ആ പെണ്ണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നില്ലെന്നേ. നീ എന്തൊന്നും പറയാത്തെ? ഞാനെന്ത് പറയാൻ? ഇച്ചായൻ എന്നോടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയേണ്ടതുള്ളൂ. അല്ലാതെ എനിക്കൊന്നും. അല്ല, എനിക്ക് നിന്നോട് എന്ത് ഇഷ്യൂ? നീ എന്തേ ഉദ്ദേശിക്കുന്നേ? ഞാൻ ഉദ്ദേശിച്ചതാണ് ഇപ്പൊ പ്രശ്നം. ഇച്ചായനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇച്ചായൻ എന്നോടുള്ള പെരുമാറ്റം. ഫോൺ വിളിച്ചാൽ സംസാരിക്കാൻ സമയമില്ല. പോട്ടെ, സാരമില്ല, നേരിട്ട് കണ്ടാലോ? എന്നോടൊന്ന് സംസാരിക്കാൻ പോയിട്ട് ഒരു 5 സെക്കൻഡ് നിങ്ങൾ എന്നെ തികച്ചു നോക്കൂ. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. ഇതിൽ കൂടുതൽ എന്ത് ഇഷ്യൂ അയച്ചായ വേണ്ടേ? എടി, ഇതൊന്നും ഞാൻ അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ, നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ലെന്ന്. ഇച്ചായൻ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെ അല്ല. ഈ പെട്ടെന്നുള്ള മാറ്റം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇച്ചായൻ ആദ്യമേ ഇങ്ങനെ ആയിരിക്കണമായിരുന്നു. നീ ഞാൻ പറയുന്നത് കേൾക്ക് നീതു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കേസിന്റെ കാര്യം. ഞാൻ അതിന്റെ തിരക്കിലായി പോയി. അല്ലാതെ നിന്നെ ഇഗ്നോർ ചെയ്യണോന്ന് അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. എന്നിട്ടാ നേരിട്ട് കാണുമ്പോ പോലും എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? എനിക്കറിയാം ഇച്ചായ, ഇച്ചായ നേരിടുന്ന ഒരാളെ അല്ല ഞാൻ. അന്ന് ഞാനിത് പറഞ്ഞപ്പോ ഇച്ചായ സമ്മതിച്ചില്ല. ഇപ്പൊ സ്വയം തോന്നി തുടങ്ങിയെങ്കിൽ എനിക്ക് കൂടുതൽ പ്രതീക്ഷകൾ തരാതിരുന്നൂടെ? നമുക്ക് മതി, ഇനി ഒന്നും നീ പറയരുത്. നീ ഒരിക്കലും പറയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്നാ അത്. സോറി, എൻ്റെ തെറ്റ് ഞാൻ അറിഞ്ഞില്ല. സോറി നീതു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യില്ല. ഐ ലവ് യു. ഐ റിയലി ലവ് യു. ചേച്ചി, ഇച്ചായൻ എവിടെ? റൂമിലുണ്ട്. ഇതെന്തെടുക്കുക? എത്ര ടൈമായി? ആ, പീറ്റർ പറഞ്ഞു ജസ്ലിൻ തനിയെ പോവാന്, അയാൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്. എന്ത് തിരക്ക്? ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞതല്ലേ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അയാൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുക, അർജന്റായിട്ട് തീർക്കേണ്ടതാ. ഇച്ചായൻ പീറ്റർ വരില്ല ജസ്ലിൻ. ഞാൻ വിളിച്ച ഇച്ചായൻ വരും. Then try your best.
Where is he? ഞാൻ പറഞ്ഞില്ലേ ജസ്ലിൻ, ടീച്ചർ വരില്ലാന്ന്. ചേച്ചി, നിങ്ങൾ രണ്ടുവന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. നിങ്ങളുടേതൊരു ഫേക്ക് മാരേജ് അല്ലേ? പിന്നെ എന്തിനാ ഇത്രയും കാണിക്കുന്നേ? പണ്ട് മുതലേ ഇച്ചായൻ എനിക്കുള്ളതാന്ന് എല്ലാവരും പറഞ്ഞതാ. അത് ശരിയാന്ന് എനിക്കും തോന്നുക. എന്തായാലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഡിവോഴ്സ് ആകും. അപ്പോൾ ഇച്ചായൻ വീണ്ടും എൻ്റേതാകും. വിശ്വസൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യത്തിലാണ്. നിനക്കെന്നെ അറിയില്ല ജസ്ലിൻ. നീ കരുതിയോ അന്ന് നീ അവിടെ ഒളിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന്? ഞങ്ങളുടെ മൊമെന്റ് റൂയിൻ ചെയ്യണ്ടെന്ന് കരുതിയിട്ട് മാത്രമാ നിന്നെ മൈൻഡ് ചെയ്യാതെ വിട്ടത്. പിന്നെ നീ അന്ന് കണ്ടത് തന്നെയല്ലേ? Beatrice in love with me. ഞാൻ ആൻറ്റിയോട് പറയും ഈ കാര്യങ്ങളൊക്കെ. അപ്പം എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. Who is holding you? Just go. Go and tell her. ഞാൻ കാണിച്ചു തരാം. എടോ, താൻ 2-3 ദിവസം കഴിഞ്ഞ് പോകും എന്നല്ലേ പറഞ്ഞത്? തനിക്ക് ഞാൻ പോകാതെ പറ്റുന്നില്ലല്ലേ? ഏയ്, അങ്ങനെയല്ലടോ. തനിക്കെന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ. ഓ ആയിക്കോട്ടെ. എടോ, ഇത് ഓക്കെ ആണോ എന്ന് നോക്കിക്കേ. നീ ഇതിനാണ് എന്താ വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്? ഇനി അവരുടെ റൂമിൽ അങ്ങനെ ഇങ്ങനെ കയറി ചെല്ലരുത്. അവരിഷ്ടത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ല ഉള്ളൂ.